യെസ്, അടിയന്തര പ്രമേയ ചർച്ചയിൽ 3 ദിവസവും തലകുനിച്ചുകൊണ്ടാണ് സർക്കാർ തിരിച്ചുപോയത്. സർക്കാരിന്റെ നാടകവും കാപട്യവും ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് പ്രതിപക്ഷ വിമർശനം. സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, സഭ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണവും വിമർശനവും ഉണ്ടായത്. ഇന്നിപ്പോൾ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ തൂക്കക്കുറവ് അതായിരുന്നു ചർച്ചയ്ക്കെടുക്കാൻ പറഞ്ഞത്. പക്ഷേ അത് ചർച്ചയ്ക്കെടുത്തില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. എന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം? ഒപ്പം കെ ജെ ഷൈന്റെ ആരോപണത്തിലും എന്തായിരുന്നു മറുപടി? ഇന്ന് കഴിഞ്ഞ 3 ദിവസം അടിയന്തര പ്രമേയം സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്കെടുത്തിരുന്നു. ഇന്ന് അവർ കൊണ്ടുവന്ന വിഷയം ശബരിമലയിലെ ദ്വാരകപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളി, അതിൽ 4 കിലോ സ്വർണത്തിന്റെ കുറവുണ്ട് എന്ന് ഹൈക്കോടതി ചില പരാമർശങ്ങൾ നടത്തി. അത് ഗൗരവതരമായ സംഭവമാണ്. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് വേണം എന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 30-ാം തീയതി ആ കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു നോട്ടീസ് നൽകിയത്. എന്നാൽ ഈ നോട്ടീസ് സബ്ജുഡീസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സ്പീക്കർ എത്തിച്ചേരുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം നിയമസഭാ ചട്ടം 52 പ്രകാരം പരിഗണിക്കുന്നത് കഴിയില്ല. അത് ചട്ടത്തിൽ പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് അംഗീകരിക്കില്ല എന്ന നിലപാട് സ്പീക്കർ എടുത്തു. ഇതോടുകൂടി പ്രതിപക്ഷം വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി, സഭയിൽ നിന്ന് വാക്കൗട്ട് ചെയ്തു. ആദ്യം പുറത്തേക്ക് പോയി. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് അടക്കം പറഞ്ഞത് അയ്യപ്പ സംഗമം പൊളിക്കാൻ വേണ്ടി നീക്കം നടത്തി, RSSുമായി ചേർന്നുകൊണ്ട് നീക്കം നടത്തിയിട്ട് അത് പൊളിഞ്ഞുപോയതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഈ വിഷയം ഇന്ന് പരിഗണിക്കാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും നോട്ടീസായി നൽകിയത് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിലേക്ക് വരാം. ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം കോൺഗ്രസ് നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത് കെ ജെ ഷൈൻ ഉന്നയിച്ച ആരോപണമാണ്. കെ ജെ ഷൈനെതിരെ ഉയർന്നുവരുന്ന സൈബർ ആരോപണങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസ് ഹാൻഡിലുകളാണ് എന്ന് ആരോപിച്ചിട്ടുണ്ട്. അതിനെന്തായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി? അദ്ദേഹം വളരെ കുറച്ച് ഗൗരവ സ്വഭാവത്തിലാണ് ആ വിഷയത്തെ സമീപിച്ചത് എന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള വിഷയമുണ്ടാകുമ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് എന്തിനാണ് കയറുന്നത് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എനിക്കെതിരെയാണോ കേസ് എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉദ്ദേശിച്ചാണ്. ഈ വിഷയത്തിൽ കേസ് എന്തായാലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കാളയും കോഴിയുമായിട്ട് ആരും വരേണ്ടതില്ല. ഈ വിഷയത്തിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കില്ല. ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരല്ല. ഇത് എവിടെയാണ് വന്നതെന്ന് നിങ്ങൾ ആരും ശ്രദ്ധിച്ച് നോക്കൂ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക CPMന്റെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഈ വിഷയം പുറത്തു വന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൻ്റെ ആകത്തുക. CPMന്റെ ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി ആ വിഷയം, അത് പണ്ടത്തെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടറിയുടെ കട്ടിലിനടിയിൽ ക്യാമറ വെച്ചത് CPMക്കാരാണ്. ലെൽ സെന്ററിൽ ഞങ്ങൾക്ക് കയറാൻ കഴിയില്ലല്ലോ എന്നുള്ള ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. CPMക്കാർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്ന് പറയുക വഴി ഈ വിഷയം ഉണ്ടാക്കിയെടുത്തത് ഞങ്ങളല്ല, കോൺഗ്രസ് അല്ല, CPMന്റെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് വിഷയമുണ്ടായത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ച ആ വിഷയത്തിൻ്റെ ഒരു ആകെ തുക. അതിനൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഈ വിഷയം ആദ്യമായി വന്നത് എവിടെയാണ്? ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ വിഷയം ആദ്യമായി വരുന്നത്. ആ യൂട്യൂബ് ചാനൽ എല്ലാ ആഴ്ചയും എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഈ ആഴ്ച എന്തോ അത് മാറിപ്പോയതാണ്. മാറിപ്പോയിട്ട് അദ്ദേഹം ഈ വിഷയം എടുത്ത് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ നെഞ്ചത്തേക്ക് ആരും വരേണ്ടതില്ല. ഇതിന് പിന്നിൽ കോൺഗ്രസ്സുകാർക്ക് ആർക്കും പങ്കില്ല. അതിനകത്ത് പങ്കുണ്ടെങ്കിൽ അത് CPMക്കാർക്കാണ്. CPMന്റെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ആ വിഷയം പുറത്തു വന്നത്.